ഹായ് വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറി പിക്സ്. നമുക്കിന്ന് നല്ല കുരുമുളകൊക്കെ ഇട്ട് വഴറ്റിയ മട്ടൺ ലിവർ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അതുപോലെ ഇത് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മട്ടൺ ലിവർ എങ്ങനെയാണ് കഴുകേണ്ടതെന്ന് അറിഞ്ഞിരിക്കുന്നതും. അതുമൊക്കെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പം നമുക്ക് കാണാം. നമ്മുടെ ലിവർ കഴുകുന്ന സാധാരണ മീറ്റ് കഴുകുന്ന കണക്കെയല്ല, അത് കറക്റ്റായിട്ട് കഴുകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ടോക്സിൻ റിമൂവ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, അതിന് വല്ലാത്തൊരു ബിറ്റർ ടേസ്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടും അതിനൊരു സ്മെല്ലൊക്കെ ഉണ്ട്, അതൊക്കെ പോകാൻ വേണ്ടിയിട്ടും നമ്മൾ നല്ലപോലെ കഴുകണം. അതിനായിട്ട് ആദ്യം ഇതൊന്ന് റിൻസ് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിൽ വിനാഗിരിയും മഞ്ഞപ്പൊടി ഇട്ട് അതിലൊരു അരമണിക്കൂർ ഇതിങ്ങനെ ഒന്ന് മുക്കി വെക്കണം. ഇതിങ്ങനെ മുക്കി വെക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള ബ്ലഡൊക്കെ കുറേ യൂസ് ചെയ്ത് പോകും. ഈ ബാക്കി വരുന്ന ബ്ലഡ് നമ്മൾ കൈകൊണ്ട് ഇതുപോലെ കണ്ടില്ലേ ഞെക്കിക്കളയണം. ആ ബ്ലഡെല്ലാം പോയി കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മളിത് കുക്ക് ചെയ്യാവുള്ളൂ. വിനാഗിരി ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലർ പാലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇത് കണ്ടില്ലേ ഇളകി വരുന്നത്, നമ്മളിതുപോലെ സ്ക്യൂസ് ചെയ്ത് കളയണം. ആദ്യം നമ്മൾ വിനാഗിരിയിൽ മുക്കി വെക്കുമ്പോൾ കുറേയൊക്കെ അങ്ങനെ പോയി കിട്ടും. ബാക്കിയുള്ളതാണ് നമ്മളിങ്ങനെ സ്ക്യൂസ് ചെയ്ത് കളയുന്നത്. അതുപോലെ പാലിലൊക്കെ മുക്കി വെക്കുമ്പം ആ സ്മെല്ലൊക്കെ പോയി കിട്ടും. അപ്പോൾ നമ്മൾ ഇത് കഴുകി നല്ലപോലെ പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. നമുക്കിനി ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. നമുക്ക് ആദ്യം 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും 5-6 വെളുത്തുള്ളിയും 1 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ കൊറിയാൻഡറും, ഇതെല്ലാം മുഴുവനത്തെ ഉള്ളതാണ് കേട്ടോ, സീഡ്സ് ആണ്. പിന്നെ കുറച്ച് പെരിഞ്ചീരകവും കൂടെ മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം. നമ്മളിത് നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാത്രത്തിൽ നെയ്യ് ചൂടാക്കാം. നമ്മുടെ ലിവറൊക്കെ നെയ്യിൽ ഉണ്ടാക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ്. ഇനിയിപ്പോൾ നെയ്യ് യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ പകുതി എണ്ണയും നെയ്യ് യൂസ് ചെയ്യാം. എങ്കിലും നെയ്യ് യൂസ് ചെയ്യുമ്പോഴാണ് ടേസ്റ്റ്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു വലിയ സവാള അരിഞ്ഞതും കുറച്ച് കൊച്ചുള്ളി ഇട്ട് കൊടുക്കുകയാണ്. മുഴുവനായിട്ടും കൊച്ചുള്ളി തന്നെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും ടേസ്റ്റ്. എൻ്റെ കയ്യിൽ കുറച്ച് കൊച്ചുള്ളി ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ സവാള ഇട്ട് കൊടുക്കുന്നത്. ഒരു കപ്പ് കൊച്ചുള്ളിയും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം ചതച്ച് വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകവും ഒക്കെയുള്ള ഇത് കുറച്ച് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് നല്ലപോലെ ആ പച്ച മണമൊക്കെ മാറി നല്ലപോലെ വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് നല്ലപോലെ വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ 250 ഗ്രാം ലിവറേ യൂസ് ചെയ്യുന്നുള്ളൂ, അപ്പം അതിനനുസരിച്ചുള്ള അളവിലെ പൊടികളും ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇത് ആ പച്ച മണം ഒന്ന് മാറുന്നത് വരെ ചെറിയ തീയിൽ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ലിവർ ഇട്ട് കൊടുക്കാം. ലിവറിന് അങ്ങനെ അധികം വേവൊന്നുമില്ല, അപ്പോൾ നമ്മൾ ഒരുപാടിട്ട് ഇളക്കി വേവിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് അങ്ങ് വെന്ത് പോവുകയാണെങ്കിൽ ലിവർ ഭയങ്കര കട്ടിയായി പോവും. ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നല്ല എരിവിന് വേണ്ടിയിട്ടുള്ള കുരുമുളക്, അത് എരിവിനാണെങ്കിലും ഹെൽത്ത് വൈസ് ആണെങ്കിലും നമ്മൾ നല്ലപോലെ കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ 2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ലാസ്റ്റിൽ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി വിതറി കൊടുക്കും. അതുപോലെ തന്നെ ഈ ഒരു ലിവറിൻ്റെ റെസിപ്പിയിൽ നമ്മൾ മുളക് പൊടി ആഡ് ചെയ്തതേ ഇല്ല. കൊല്ലം സൈഡിലൊക്കെ അങ്ങനെ കുരുമുളക് പൊടി മാത്രം വെച്ചിട്ടാണ് ലിവർ ഫ്രൈ ഉണ്ടാക്കാറ്. ചിലരൊക്കെ ആഡ് ചെയ്യും, എങ്കിലും നമ്മൾ ഈ റെസിപ്പിയിൽ കുരുമുളക് പൊടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊരു ഫ്യൂ സെക്കൻഡ്സ് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം. നമുക്കതിന് മുന്നേ ഒരു കറിവേപ്പില തണ്ടും കൂടെ വെച്ച് കൊടുക്കാം. ചെറിയ തീയിൽ ഒരു 5-6 മിനിറ്റ് വേവിക്കേണ്ട ആവശ്യമേ ഉള്ളൂ, ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമില്ല. ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് ഞാനൊരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതൊന്ന് തുറന്ന് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ അടച്ച് ബാക്കി 3 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി തുറന്ന് കുറച്ച് 2 മിനിറ്റും കൂടി ഇതൊന്ന് ഇളക്കി ആ എണ്ണ നല്ലപോലെ ഒന്ന് തെളിയുന്നിട വരെ ഇതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ സമയത്ത് എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇതിങ്ങനെ അങ്ങ് വിളമ്പരുത്, തീ ഒന്ന് ഓഫ് ചെയ്ത് ഇതൊന്ന് അടച്ച് ഒരു 10-15 മിനിറ്റ് അങ്ങനെയൊന്ന് വെച്ചേക്കുക ആ ചൂടിൽ തന്നെ. അപ്പോൾ നല്ല ഫ്ലേവറൊക്കെ പിടിച്ച് അതൊന്നുകൂടി ഇരുന്ന് നല്ലപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ആദ്യം വിനീഗറിലൊക്കെ അതൊന്ന് സോക്ക് ചെയ്ത് വെക്കുന്നത് ഈ ലിവർ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ലിവർ ഫ്രൈ ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. വീണ്ടും കാണുന്നവരേക്കും ബൈ.